So, hi guys, it's me, your forgotten explainer, Mr. Explainer Beast. അപ്പോൾ ഗൈസ്, എനിക്കറിയാം ഞാൻ വീണ്ടും ഒരു ചെറിയ ബ്രേക്ക് എടുത്തെന്നൊക്കെ. പക്ഷേ കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയൊരു തൊണ്ടയ്ക്കുവേനും തലവേനയും ഉള്ളായിരുന്നു. ഞാൻ ആ മരുന്ന് കഴിച്ചിട്ട് കിടക്കുകയും ചെയ്തു. പക്ഷേ വീഡിയോ ഇട്ടതിൻ്റെ അടുത്ത ദിവസം രാവിലെ എണ്ണിച്ചപ്പോൾ തൊട്ട് എനിക്ക് തീരെ വയ്യ എന്ന് വെച്ചാൽ ഒട്ടും വയ്യ. ഞാനൊന്ന് റെക്കോർഡ് ചെയ്യാൻ വെച്ചതൊക്കെ എടുത്ത് മാറ്റി വെക്കേണ്ടി വന്നു, അത്ര വയ്യാതായി. ഈവൻ ഇന്നലെയും ഞാൻ നോക്കി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയും ചെയ്തു. പക്ഷേ ഒരു ഉപയോഗമില്ല, കാരണം സൗണ്ടും തീരെ പറ്റുന്നില്ല, ഇവിടെ ചുമയ്ക്കാനും വരുന്നു, വലിയ പ്രശ്നമായി. അവസാനം ഞാൻ പിന്നെ ഇന്ന് വീണ്ടും ട്രൈ ചെയ്യുവാണ്. ആൻഡ് പ്രതീക്ഷിക്കുന്നു ഇന്ന് എനിക്ക് എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ. അതുകൊണ്ട് തന്നെ അധികം ഇങ്ങനെ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ അനിമ എന്ന് പറയുന്നത് വിസ്റ്റോറിയ വാൻഡൽ ആൻഡ് സോർഡ് സീസൺ 1 എപ്പിസോഡ് 5 ആണ്. നമ്മുടെ ജൂലിയസും വില്ലും തമ്മിലുള്ള ഒരു അടിയാണ് നമ്മൾ ഇന്നത്തെ കാണാൻ പോകുന്നത്. അതും ജൂലിയസിനെയും പറയുന്നത് നമ്മുടെ എൽഫിയുടെ നെക്സ്റ്റ് അടുത്ത ആളെന്നാണ് പറയുന്നത്, സക്സസർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഇന്ന് ആരാണ് ജയിക്കുന്നത് എന്നൊക്കെ. അത് ഇവർ മുട്ടുന്നത് നമ്മുടെ മാജിക് ഫെസ്റ്റിവലിലും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ആദ്യം പറഞ്ഞ് നീട്ടാതെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കിടക്കാം. എപ്പിസോഡിന് തുടക്കത്തിൽ നമ്മൾ ഹെഡ് മാസ്റ്ററിനെ ആയിരിക്കും കാണിക്കുന്നത്. ഹെഡ് മാസ്റ്റർ പറയും ഈ ബാനറിലെ ഒരു പങ്ക് നമുക്കാവണമെങ്കിൽ അതിന് നമുക്ക് ട്രെയിനിങ്ങും മാസ്റ്ററിയും പിന്നെ കോമ്പറ്റേറ്റീവും വേണം. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഫെസ്റ്റിവൽ ഇവിടെ കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയും. അങ്ങനെ ഈ കാണുന്ന മേജസും പിന്നെ ബാക്കിയുള്ള ആൾക്കാരും എല്ലാം അവിടെ നിന്ന് ഓരോരോ ആൾക്കാരെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും അവിടെ ഫ്ലൈയിങ് റേസ് തുടങ്ങുന്നത്. അങ്ങനെ ആ റേസ് തുടങ്ങിയപ്പോൾ പിള്ളേരെല്ലാം ഒന്നുകൂടെ ഒന്ന് ഉഷാറായി. ടവറിലെ ആൾക്കാർ അപ്പരും നമ്മുടെ പിള്ളേരെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയും അതിനകത്ത് ടാലൻ്റ് ഉള്ളവരെ തിരഞ്ഞെടുക്കാൻ നോക്കുമായിരിക്കും. ഇതുകൊണ്ട് ഹെഡ് മാസ്റ്റർ പറയും ടവർ ഇപ്പോഴും അവരുടെ ജോലിയിൽ നിന്നൊന്നും മാറിയിരിക്കുന്നില്ലല്ലോ, അവരിപ്പോഴും പിള്ളേരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഏത് പിള്ളേരെ ടവറിൽ കൊണ്ടുപോകണോ പറഞ്ഞ് നിൽക്കുവാണല്ലോ. അതിന് നമ്മുടെ ഐറിസ് പറയും അതെ, കാരണം ഇതേപോലെ തന്നെ ടാലൻ്റ് ആയിട്ടുള്ള കുറേ പേര് നമ്മുടെ ടവറിനകത്തുണ്ടെങ്കിലും അതിനേക്കാളും കുറേ ടാലൻ്റ് ആയിട്ടുള്ളവർ പുറത്തുണ്ട്. ആൻഡ് കുറച്ച് പേരെ ഞാനും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ വേറെയും കുറേ പേര് പുറത്തുണ്ട്, മേജസ്. ആ മേജസ് പോലെ ടാലൻ്റ് ആയിട്ടുള്ള പിള്ളേരെ തപ്പി നടക്കുക. അവരിവരെ കൊണ്ടുപോകുന്നതിന് മുന്നേ ടവറിനത് കിട്ടണം. അതിനാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ തപ്പി നടക്കുന്നത് എന്ന് പറഞ്ഞ് അവളവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. അപ്പോഴായിരിക്കും കമൻറ്റേറ്റർ പറയുന്നത് അങ്ങനെ ഈ വർഷവും നമ്മുടെ ഫ്ലൈയിങ് റേസ് ഇല്ലിയാന ജയിച്ചു എന്ന് പറയും. ആൻഡ് അത് കൂടാതെ കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് അവൾ പൊട്ടിക്കുകയും ചെയ്തു എന്ന് പറയും. ഓൾറെഡിയെ കഴിഞ്ഞ വർഷം ജയിച്ച അവളെ ഈ വർഷം അവൾ റെക്കോർഡും പൊട്ടിച്ചു. അപ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ ചോദിക്കും നീ എന്താ പോവാണോ? ഐറിസ് പറയും അതെ, ഞാൻ എന്തായാലും പോവാ, എനിക്ക് എൻ്റെ അക്കാഡമിയിൽ തന്നെയായിട്ടുള്ള കുറേ ജോലികൾ എനിക്ക് ചെയ്യണമല്ലോ. ആൻഡ് അത് കൂടാതെ എനിക്ക് എൻ്റെ സീനിയറിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഐറിസ് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഷിയോണിനെയും പിന്നെ അവൻ്റെ രണ്ടാൾക്കാരെ ആയിരിക്കും. ആൻഡ് ഷിയോൺ ഈ തവണ ഒരു ഈവൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട്, അതാണ് ക്രോൺ ഈവൻറ്റ്. ആൻഡ് അത് പങ്കെടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളറ്റാണ്. നമ്മുടെ കോളറ്റ് നമ്മുടെ ഷിയോണോടൊന്ന് പറഞ്ഞു ഷിയോൺ പ്ലീസ് നീ ഞങ്ങളോടൊന്ന് കയറാമോ ഈ ഒരു മാച്ചിൽ എന്ന് പറയും. ആൻഡ് ഷിയോൺ പറയും ഫൈനലി നിനക്ക് എൻ്റെ വില മനസ്സിലായല്ലോടി, നീ അവസാനം നീ ആ നോ ടാലൻറ്റിനെ വിട്ട് നീ എൻ്റെ അടുത്ത് തന്നെ വന്നുള്ള സഹായത്തിന് ടീമപ്പ് ചെയ്യാനും. അല്ലെങ്കിലും എനിക്കറിയാം ഒരിക്കൽ നീ അവനെ വിട്ടു പോകുന്നത്, അല്ലെങ്കിൽ അവനെപ്പോലുള്ള കഴിവില്ലാത്തതിനൂടെ നീ എങ്ങനെ നിൽക്കാനാ എന്ന് പറഞ്ഞ് സ്വയം പുകഴ്ത്തി അവൻ നമ്മുടെ കോളറ്റിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുമായിരിക്കും. അങ്ങനെ വരുമ്പോഴായിരിക്കും നമ്മുടെ വില്ല് അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ അവൻ ചോദിക്കും എന്താടാ നിനക്കിവിടെ കാര്യമെന്ന് പറയും. അങ്ങനെ അത് കണ്ട് നമ്മുടെ കോളറ്റ് പറയും അത് പിന്നെടാ വില്ലിന് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഇനിയും കുറച്ച് പോയിൻറ്റ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആൻഡ് ആ പോയിൻ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത്. ശരിയും പറയുന്നത് ഫില്ല് ചെയ്യാൻ വേണ്ടി 21,000 സംതിങ് പോയിൻ്റ് വേണം. ആൻഡ് അതിനകത്ത് നമ്മുടെ ഷിയോണിന് 10ഉം പിന്നെ 8 9 ആണ് നമ്മുടെ കോളറ്റിനും ഉണ്ട്. ആൻഡ് ബാക്കി 5,000 നമ്മുടെ ചെറുക്കന് വിടുമ്പോൾ 21 പോയിൻറ്റ്സ് ആവും. അതിനാണ് നമ്മളെ ഷിയോണിനെ ഇൻവൈറ്റ് ചെയ്യുമെന്ന് പറയും. ആൻഡ് ഇത് കണ്ട നമ്മുടെ ഷിയോൺ ചോദിക്കും പക്ഷേ ഇത്രയും വലിയൊരു മാജിക് കോൺടെസ്റ്റിനകത്ത് നിനക്കെന്താ കാര്യം, നീ എന്തിന് ഇതിൽ തന്നെ പങ്കെടുക്കുമെന്ന് ചോദിക്കും. പക്ഷേ ഇതിന് നമ്മുടെ വില്ലൊന്നും ഉത്തരം പറഞ്ഞില്ല. കാരണം പുറകെ കൂടെ നമ്മുടെ ജൂലിയസ് ഇവിടെ നടന്നു കൊണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ജൂലിയസിനെ കണ്ടതും ഇവർ രണ്ടുപേരും വന്നിട്ടൊരു ഓറാ മാച്ച് നടത്താൻ തുടങ്ങി, സ്റ്റെയർ ചെയ്യുന്നു മറ്റേ വൺ പീസിനകത്തെ ഹാക്കി പോലെ. ആൻഡ് ഇത് കണ്ട് നമ്മുടെ ഷിയോണിന് ഭയങ്കരമായിട്ട് നാണക്കേട് തോന്നി. കാരണം നേരത്തെ ഇവനെ രക്ഷിച്ചപ്പോൾ എനിക്ക് ഇവൻ്റെ അടുത്ത് മരിക്കണമെന്നുള്ള തോന്നലായിരുന്നു. അപ്പം തന്നെ ഇവൻ്റെ അടുത്ത് കുറേ പുറകോട്ട് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ഇവനോട് ഇന്നിങ്ങനെ ഫ്രണ്ടായിട്ട് സംസാരിക്കുമ്പോൾ ഇവൻ എന്നെ ഈ അവോയ്ഡ് ചെയ്ത് എന്നെ നോക്കാതെ പോലും ഇരിക്കുന്നത് ഇതൊരു വൃത്തിയായിട്ട രീതിയാണ് എന്ന് പറയും. ഇത് കേട്ട് നമ്മുടെ ഷിയോൺ ശരിയും ഭയങ്കര ഡിസപ്പോയിൻ്റ് ആവും നമ്മുടെ വില്ലിനോട്. ആൻഡ് ഇത് കണ്ട് നമ്മുടെ ക്വാളിറ്റി പറയും എടാ നീ വേറൊന്നും വിചാരിക്കില്ല, പക്ഷെ നമ്മുടെ വില്ലിന് എന്തോ പറ്റിയിട്ടുണ്ട്, അവൻ ജൂലിയസിനെതിരെ ഈ ഒരു കോൺട്രാക്റ്റ് കളിക്കണമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടാവും. അങ്ങനെ എന്നിട്ട് അടുത്ത് കമൻറ്റേറ്റർ പറയും
സോ ഹായ് ഗൈസ്, എല്ലാവർക്കും മാജിക് ഫെസ്റ്റിവലിൻ്റെ ആഫ്റ്റർമൂൺ സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, വീണ്ടും ഈ ഒരു ആഫ്റ്റർമൂൺ സെക്ഷൻ എടുക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ട മിസ്റ്റർ മൈക്സ്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം കാണും. അതാണ് ഞാനിന്ന് കമൻറ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ദീസ് അക്കാഡമിയിലെ മോസ്റ്റ് ഹേറ്റഡ് സാർ മിസ്റ്റർ വൈപ്പറാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കും വിധത്തിൽ ഞാൻ പറഞ്ഞേക്കാം, ഈ ഒരു കോളേജിൽ എല്ലാ പിള്ളേർക്കും ഒരാൾക്ക് പണിയണോ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈ പുള്ളിക്കായിരിക്കും. ഇങ്ങനൊരു വൃത്തിയിട്ട മനുഷ്യനെ ഞാൻ ജന്മത്തിൽ കണ്ടില്ല. എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെയായേ? അത് സാർ ആയതുകൊണ്ടാണോ ഇങ്ങനെയാ? സാർ ആവാൻ വേണ്ടിയാണോ ഇങ്ങനെയായേ? എന്തായാലും ആട്ടെ, നിങ്ങൾ പണ്ട് പിടിച്ചതിൻ്റെ പോയിൻ്റ് ഇതുവരെ എനിക്ക് തിരിച്ചു തന്നിട്ടില്ല സാർ എനിക്ക് ആ പോയിൻ്റ് തിരിച്ച് തരൂ സാർ എന്ന് പറഞ്ഞ് പുള്ളിയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കണ്ട നമ്മുടെ പ്രൊഫസർ വൈപ്പർ പറയും, നീ ഇത് കഴിഞ്ഞ് താഴത്തേക്ക് വാ, നിനക്കുള്ള പോയിൻറ്റിൻ്റെ പലിശയും അതെല്ലാം ചേർത്ത് ഞാൻ തരാമെന്ന് പറയും. അതുകൊണ്ട് പുള്ളി പറയും, അതൊക്കെ തമാശയല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയും, ഓക്കെ, ജോക്സ് അസൈഡ്, നമുക്ക് നമ്മുടെ അടുത്ത ആഫ്റ്റർമൂൺ സെക്ഷനിലേക്ക് കിടക്കാം. ആൻഡ് ഇനിയുള്ള നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ക്രോൺ ഫൈറ്റ് ആയിരിക്കും. നമ്മുടെ ഒരു ക്രോൺ അത് ആര് നേടിയെടുക്കുമെന്നുള്ള ഫൈറ്റിനെ പറ്റിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആൻഡ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മത്സരവും. സോ മിസ്റ്റർ എൽഫ്, ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഈ ഒരു ക്രോൺ ഫൈറ്റിന് വേണ്ടിയുള്ള സ്ഥലം ഒന്ന് ക്രിയേറ്റ് ചെയ്യാമോ എന്ന് പറയാൻ അവിടെയുള്ള 4 എൽഫുകളെ കാണിക്കും. ഈ എൽഫുകളെല്ലാം അവരുടെ മാജിക്ക് നമ്മുടെ സ്റ്റേഡിയത്തിന് പുറത്ത് യൂസ് ചെയ്യും. ആൻഡ് അവിടെ 4 സെക്ഷനാണ് തിരിക്കും. ഒന്ന് പറഞ്ഞ ഡെസേർട്ട്, ഒന്ന് മറ്റേ വുഡ് ലാൻഡ്, ഒന്ന് വോൾക്കാനോ, പിന്നെ ഒന്ന് ഗ്രാസ് ലാൻഡ് എന്ന് പറഞ്ഞ് ഈ ഒരു 4 സെക്ഷനായിട്ട് ഈ എൽഫുകളുടെ മാജിക് ഇങ്ങനെ തിരിക്കും. ആൻഡ് ഈ 4 സെക്ഷനും ഇതിനകത്ത് കുറേ ട്രാപ്സും പിന്നെ കുറേ അലവൊലിച്ച ജീവികളും പിന്നെ ഗോലങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ, അപകടമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രോസസ്സും വേറെ കുറേ മേജസും വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം താണ്ടി വരുന്ന ആദ്യത്തെ ടീം താണ്ടി വന്ന് ഈ ഒരു ക്രോൺ സ്വന്തമാക്കുന്നത്, സ്റ്റേഡിയത്തിരിക്കുന്ന ക്രോൺ സ്വന്തമാക്കുന്ന ആരാണോ അവരായിരിക്കും ജയിക്കുന്നതും അവർക്കായിരിക്കും ഇതിൻ്റെ പോയിൻ്റ് കിട്ടാൻ പോകുന്നതും. ആൻഡ് ഇതിലാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പോയിൻ്റ് ജയിക്കുന്നവർക്ക് നമ്മുടെ വില്ലൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് അവന് ടവർ കയറാൻ പറ്റും. ആൻഡ് ഈ തവണ നമ്മുടെ വില്ലും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെന്ന് കണ്ട് നമ്മുടെ മൈക്സ് എന്ത് ചെയ്യും, മൈക്സ് ഉൾപ്പെടെ അവനെ കളിയേക്കും, ഈ നോ ടാലൻ്റ് എന്താ ഇവിടെ കാര്യമെന്ന് പറഞ്ഞ്. ആൻഡ് മൈക്സിനെ കാണുന്ന ബാക്കിയുള്ള അക്കാഡമിയിലെ പിള്ളേരും പറയും, ഇവരൊക്കെ എന്താണ് ഇവിടെ കാര്യം, ഇവനൊന്നും വേറെ പണിയില്ലേ, ചുമ്മാ ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ഫെസ്റ്റിവലും തമാശ അടിക്കാൻ വന്നേക്കുക എന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇതിനകത്ത് 3 പേരായിട്ട് തിരിഞ്ഞ കുറേ ടീമുണ്ടല്ലോ, അവരെല്ലാം ഇങ്ങനെ പതിയെ ഫ്രണ്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിലേക്ക്. അന്നോട്ടേക്ക് നമ്മുടെ വില്ലൻ ചെല്ലും. അവിടെ കൊണ്ട് പ്രൊഫസർ വാഗ്നർ പറയും, എടാ നീ എന്തിനെപ്പോൾ ഇതിനകത്ത് പോകുന്നേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വെറുതെ ഇങ്ങനത്തെ ഫെസ്റ്റിവലൊന്നും കയറി നിൻ്റെ തല കാണിക്കില്ല എന്ന്, നീ എന്തിനാ ഇതിനകത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ അവനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് നമ്മുടെ വില്ല് പറയും, അഥവാ ഇനി ഈ ആൾക്കാരെല്ലാം എന്നെ കണ്ട് ചിരിക്കുക ചെയ്താൽ പോലും എനിക്കൊന്നും പ്രശ്നമല്ല, പക്ഷേ എന്നാലും എനിക്കിത് ജയിച്ചേ പറ്റൂ, ഇതെൻ്റെ ഒരു വാശിയ സാർ എന്ന് പറഞ്ഞ് അവനടുന്ന് പോകും. കോളറ്റാണെങ്കിൽ അവൻ്റെ പേര് സാറിനോട് സോറിയും പറയും. അങ്ങനെ മാച്ച് തുടങ്ങും. I'm making the ground move when I strike. I'm making a typhoon when I fight. You know how the ground move when I'm right. I'm making the right move with the right tool. Grinding my walk, not a thing in the bar. And every scar that I wear on my pride, naming them out like it's part of the prayer. I let the fire, it's more than it. Make way for the king. They gon' let me breathe. I'm ready for the storm. You should watch from the sheets. Make way for the king. Every door, every key. I took it, I claim it. And the ground moves under me. Make way for the king. Grinding my walk, not a thing you can buy. And every scar that I wear on my pride, naming them out like it's part of the prayer. I let the fire, it's more than it. Make way for the king. They gon' let me breathe. I'm ready for the storm.
under me. Make way for the king. Crown on my wall, not a thing you can buy. And every scar that I wear on my pride, naming them out like it's part of the prayer. I let the fire smoke and eat. Make way for the king. Make God let me breathe. I bled for the storm. You should watch from the seats. Make way for the king. Every door, every key. I took it, I claim it. Now the ground moves under me. Make way for the king. ഇവിടുന്ന് പോ ജൂലിയസ്. നിനക്കും വില്ലിനും മുന്നേ ആദ്യം എനിക്കും വില്ലിനും തമ്മിലുള്ള കടം തീർക്കട്ടെ. നീ അവിടെ വെച്ച് എന്നെ രക്ഷിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ നീ എന്നേക്കാൾ ഒത്തിരി മുന്നിപ്പോയെന്ന്. ഞാൻ ടെൻഷനിൽ പോയിട്ട് പട്ടിയെപ്പോലെ അവിടെ നിന്ന് പ്രാക്ടീസ് എടുക്കുമായിരുന്നു. ഞാൻ ചാവുമെന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരുന്നേ. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടം വരെ എത്തിയിട്ട് വീണ്ടും നീ എൻ്റെ മുന്നിൽ ഷോ കാണിക്കാനല്ല. ഇത് ഇവിടെ തീരണം. ഒന്നെങ്കിൽ ഞാൻ, ഇല്ലെങ്കിൽ നീ. Crown on my wall, not a thing you can buy. And every scar that I wear on my pride, naming them out like it's part of the prayer. I let the fire smoke and eat. Make way for the king. Make God let me breathe. I bled for the storm. You should watch from the seats. Make way for the king. Every door, every key. I took it, I claim it. Now the ground moves under me. Make way for the king.